ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണക്കമുന്തിരി വെച്ചിട്ടൊരു അച്ചാറാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ മഞ്ഞ ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് ശ്രദ്ധിക്കണം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മുന്തിരിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ചൂടായാൽ ഇതൊക്കെ ഒന്ന് പൊന്തി വരും. ആ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ആ മുന്തിരി എല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ 1 സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരണം. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഉണക്കമുളക് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയത് കാരണം തന്നെ നല്ല കളറും കിട്ടും, എരിവ് കുറവായിരിക്കും. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയില്ലെങ്കിൽ. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റേക്ക് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കഷ്ണം ശർക്കര ഞാൻ മെൽറ്റാക്കി എടുത്തിട്ട് അത് അരിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ആയത് കാരണം തന്നെ അതിൽ കല്ലോ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളപ്പിച്ച് വരുന്ന സമയത്ത് ഇത് വറ്റി വരും. അപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് വറ്റിയിട്ട് വരും. അപ്പോൾ അതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കടുകും ഉലുവയും ഒന്ന് പൊടിച്ചതാണ്. അപ്പോൾ അത് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടി കൂടി പോവണ്ട, ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ച മുന്തിരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടാ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം.
നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ളൊരു അച്ചാറാണ്. അപ്പോൾ ബിരിയാണിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും വറ്റിയാൽ മതി, കൂടുതലായിട്ട് വറ്റണ്ട. കാരണം എന്താ വെച്ചാൽ ചൂടാറിയതിന് ശേഷം ഇതൊന്നും കൂടെ വറ്റി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.